കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ചുള്ള സമരത്തിന് സംസ്ഥാന സർക്കാരുമായി സഹകരിക്കാനുള്ള സാഹചര്യം അല്ലെന്ന് ശശി തരൂർ എം പി. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും തൻ്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ മാത്രമേ പറയൂവെന്നും ശശി തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ശശി തരൂർ പറഞ്ഞത് ഒരുപക്ഷെ പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും കോൺഗ്രസിൻ്റെ പൊതു നിലപാട് തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേന്ദ്രത്തോട് സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വരെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഏതായാലും അല്പം മുമ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞത്. കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ ബുദ്ധിമുട്ടുന്നത് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ ജനതയുമാണ് എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും ശശി തരൂരിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നു, ഞങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ടല്ല, കൃത്യമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM-മായി കേരളത്തിന് വേണ്ടി യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മുതിർന്ന നേതാവ് ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ കേന്ദ്ര അവഗണന അതിശക്തമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു നീക്കത്തിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തത്. അതിൻ്റെ ഭാഗമായിരുന്നു പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഉപനേതാവിനെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ വ്യക്തമാക്കിയത് UDF ആണ് തീരുമാനമെടുക്കേണ്ടത്, അതിനുശേഷം പ്രതികരിക്കാം, എങ്ങനെ സഹകരിക്കണോ എന്ന കാര്യത്തിൽ അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു വ്യക്തമാക്കിയത്. ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ശശി തരൂർ കൃത്യമായി മറുപടി പറയുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കാനുള്ള ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. പാർട്ടിക്കകത്ത് താൻ അഭിപ്രായം പറയുമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി ഈ വിഷയത്തിൽ, കേരളത്തിൻ്റെ പൊതുവായ ഈ വിഷയത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അത് പൂർണ്ണമായും ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് വി.ഡി. സതീശനും ഒപ്പം തന്നെ കെ. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതൃത്വവും പോകാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ നേരത്തെ ഒക്കെ എടുത്ത നിലപാടുകൾ അത്തരത്തിലായിരുന്നു. കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾ ബഹിഷ്കരിക്കുന്നു, നവകേരള സദസ്സ് പോലുള്ള ഒരു വിപുലമായ പരിപാടി തന്നെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിരന്തരമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ജനങ്ങളുടെ ബോധവൽക്കരണം, ജനങ്ങൾ തുറന്നു പറയുകയും ഒപ്പം തന്നെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്ന ഘട്ടത്തിൽ എല്ലാം UDF MP-മാർ ഉൾപ്പെടെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകാൻ തീരുമാനിച്ച നിവേദനത്തിൽ നിന്ന് പോലും UDF MP-മാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും സംസ്ഥാന സർക്കാരുമായി സഹകരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് UDF എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിൽ ഏത് രീതിയിൽ ലീഗിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലീഗ് നേതാവ് കൂടിയായ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയെ കൂടി പങ്കെടുപ്പിച്ചാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത്. നേരത്തെയും ലീഗ് ചില ഘട്ടങ്ങളിലൊക്കെ ഇതിൽ കേന്ദ്ര അവഗണന കൃത്യമായി കേരളത്തോട് കാണിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഒക്കെ നിലവിലുണ്ടായിരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള അഭിപ്രായം അറിയിക്കാനുള്ള ഒരു തീരുമാനം കോടതി എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതനായത് എന്ന് വേണം കാണാൻ. കാരണം കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യമായി ഇത് മാറുന്നു. ജനങ്ങൾക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ നവകേരള സദസ്സിലൂടെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക കൂടി ചെയ്തതോടുകൂടി ജനങ്ങൾ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെ. കാരണം ആ രീതിയിലാണ് ചില സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതികളെ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒപ്പം വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു നടപടിയുമായി തുടർച്ചയായി മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തുറന്നിട്ടത്. പക്ഷേ അതിൽ നിന്നും ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു കേരളം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, കേന്ദ്ര അവഗണന വല്ലാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഞെരുക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കൾക്കറിയാം, മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗത്തിന് അറിയുകയും ചെയ്യാം. പക്ഷേ ഒരു പാർട്ടിയും ഒരു പ്രതിപക്ഷ നേതാവും തന്നെ കേരളത്തിന് വിഘാതമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നവകേരള സദസ്സിൽ ആ ദിവസങ്ങളിൽ അത്രയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞത് കേന്ദ്ര അവഗണനയെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല കോൺഗ്രസ് നേതാക്കളും ലീഗിൻ്റെ അടക്കം നേതാക്കൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി വരികയും ചെയ്തത്. പക്ഷേ ഇത് കൃത്യമായി ബോധ്യപ്പെടാതിരിക്കുന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം ബോധ്യപ്പെടാതിരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമാണ്. ഒരുപക്ഷെ ശശി തരൂരിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളോടൊപ്പം സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ കേരളത്തിന് വേണ്ടി വാദിക്കാൻ ഞങ്ങളില്ല എന്ന് തന്നെയാണ് ശശി തരൂരും മറ്റു കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു വെക്കുന്നത്. ഇത് കൃത്യമായും മുസ്ലിം ലീഗിന് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ P.K. കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു, കേന്ദ്രം അവഗണിക്കുന്നുണ്ട്, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഇങ്ങനൊരു ക്ഷണം സംസ്ഥാന സർക്കാർ പറയുമ്പോൾ, ഞങ്ങളോടൊപ്പം ഒരുമിച്ച് സമരത്തിന് വരൂ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന് തീരുമാനമെടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും വലിയ ബാധ്യതയായി മാറുകയല്ലേ?
തീർച്ചയായും സിജു, പല വിഷയങ്ങളിലും ലീഗ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവായ വിഷയങ്ങളിൽ, ഒപ്പം തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം CPM നടത്താൻ തീരുമാനിച്ച ഘട്ടങ്ങളിൽ ഒക്കെ, മുസ്ലിം ലീഗിന് ക്ഷണം ലഭിച്ച ഘട്ടങ്ങളിൽ ഒക്കെ ലീഗ് ഈ UDF-ലെയും കോൺഗ്രസിലെയും നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് അത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാം, സംസ്ഥാന സർക്കാരുമായും LDF-ഉമായും യോജിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് കോൺഗ്രസിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലീഗിന് തിരുത്തേണ്ടി വന്നത്. അത്തരം അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ച ലീഗ് നേതാക്കൾ തന്നെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലീഗിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. UDF ഇപ്പോൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് VD സതീശൻ ഉൾപ്പെടെ വ്യക്തമാക്കിയത്.